ആഗോള കത്തോലിക്ക സഭ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു സുദിനമാണല്ലോ ഇന്ന്. വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന കത്തോലിക്ക സഭയ്ക്ക് ഒരു പുതിയ ഇടയനെ കിട്ടിയിരിക്കുകയാണ്. പത്രോസിന്റെ സിംഹാസനത്തിൽ ആയിരുന്നുകൊണ്ട് സഭയെ നയിക്കുവാനായി 267ാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 മാർപ്പാപ്പ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അനുഭവമായി മാറിയിരിക്കുകയാണ്. കാരണം അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളം സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത്. അതും കേരളത്തിലെ വയനാട്ടിൽ മാനന്തവാടിയുടെ ഒരു കാലത്തെ സബ്സ്റ്റേഷനായിരുന്ന തലപ്പുഴ സെന്റ് തോമസ് പള്ളിയിൽ അദ്ദേഹം സന്ദർശനം നടത്തി. 2005 തലപ്പുഴ സെന്റ് തോമസ് ദേവാലയം കോഴിക്കോട് രൂപതയുടെ ഭാഗമായിട്ടുള്ള ഈ ദേവാലയം അഗസ്റ്റീനിയൻ സന്യാസ സഭയ്ക്ക് മേൽനോട്ടം വഹിക്കുവാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുകയായിരുന്നു. ഇപ്പോഴത്തെ പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 പാപ്പ അഗസ്റ്റീനിയൻ സഭയുടെ ജനറലായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2006 ഒക്ടോബർ 6-7 തീയതികളിലായിട്ട് തലപ്പുഴ സന്ദർശിച്ചതായിട്ട് കാണുകയാണ്. അന്ന് അദ്ദേഹം കോഴിക്കോട് നിന്നും തലപ്പുഴയിലേക്ക് വന്നപ്പോൾ മാനന്തവാടി അമലോത്ഭവ മാതാ ദേവാലയത്തിലും കയറി ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം തലപ്പുഴ സെന്റ് തോമസ് ദേവാലയത്തിലേക്ക് ചുങ്കംപള്ളി എന്നറിയപ്പെടുന്ന തലപ്പുഴ സെന്റ് തോമസ് ലാറ്റിൻ ദേവാലയത്തിലേക്ക് പോവുകയും അവിടെ 2 ദിവസം താമസിക്കുകയും ചെയ്തു അഗസ്റ്റീനിയൻ വൈദികരോടൊപ്പം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുകയാണത്. കാരണം ഞാൻ തലപ്പുഴ സെന്റ് തോമസ് ചുങ്കംപള്ളിയുടെ മുൻ വികാരിയായിരുന്നു എന്നതുകൂടിയാണ്. അപ്പോൾ ഈ സന്തോഷ വാർത്ത നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതോടൊപ്പം ഈ പാപ്പായെ ഏറെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ച കേരള ജനതയ്ക്ക്, പ്രത്യേകിച്ച് മാനന്തവാടിയിലെ ജനതയ്ക്ക് ഈ ഒരു സന്തോഷ വാർത്തയും കൂടെ അറിയിക്കുകയാണ്. സ്നേഹപൂർവ്വം ഫാദർ വില്യം രാജൻ.